ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാര്യമായ പരിചരണമൊന്നുമില്ലാതെ, ഒത്തിരി കീടങ്ങളുടെ ശല്യമൊന്നുമില്ലാതെ, എന്നാൽ നല്ല വ്യത്യസ്തങ്ങളായ കളറിലുള്ള ഭംഗിയിലുള്ള പൂക്കൾ, നിറഞ്ഞു പൂക്കൾ തരുന്ന ബൊഗെയിൻവില്ലയെ ഇഷ്ടപ്പെടാത്തവരായി ആരും കാണത്തില്ല. ഇനി വരുന്ന സമയം എന്ന് പറയുന്നത് ഒരു ഒക്ടോബർ അവസാനത്തോടുകൂടി നവംബർ പോലെയുള്ള മാസങ്ങളെന്ന് പറയുന്നത് ബൊഗെയിൻവില്ലയുടെ പൂക്കാലത്തിൻ്റെ സമയമാണ്. പൂക്കളുണ്ടായി പൂത്ത് മറിയുന്ന ഒരു സമയമാണ്. അതിന് നമുക്ക് നമ്മുടെ ചെടികൾക്ക് എന്തൊക്കെ കൊടുക്കാം, എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. മഴക്കാലമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് കുറച്ച് ബൊഗെയിൻവില്ലകളുള്ളത് നിൽക്കുന്ന നിപ്പ് കണ്ടോ, അങ്ങോട്ട് നോക്കിക്കേ, കണ്ടോ, എല്ലാ ഇലകളെല്ലാം കൊഴിഞ്ഞ് പൂക്കളൊന്നുമില്ലാതെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നതാണ് നമ്മുടെ ചെടി. നമുക്ക് അവരെല്ലാം ഇങ്ങോട്ടൊന്ന് എടുത്തോണ്ട് വരാവേ. ഇതുപോലെ ഒന്ന് രണ്ട് ചെടികളിലൊക്കെ, ഒരു 5-6 ചെടികളിലൊക്കെ പൂക്കളുണ്ട്, ബാക്കി ഒന്നേലും തന്നെ പൂക്കളില്ല. ഞാൻ എല്ലാം എടുത്ത് അവിടെ കൊണ്ട് വെച്ചിട്ട് നമുക്ക് ശരിയാക്കാം. എല്ലാവരെയും പെറുക്കി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടേ. ഒരു സാധാരണ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വാങ്ങിക്കുന്നതൊക്കെ തന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ള നമ്മുടെ പഴയ നാടൻ മജന്ത നിറം മാത്രം, വെള്ള നിറം മാത്രം, അങ്ങനെയുള്ളതല്ല ഇപ്പം കിട്ടുന്ന ഈ ബൊഗെയിൻവില്ലകളൊന്നുമേ. അപ്പോൾ അങ്ങനത്തേതൊരു 27 എണ്ണവും പിന്നെ ഒരു 6 ഫയറോപ്പാലിൻ്റെയും ചേർത്തിട്ട് ഇത്രയും ഓർക്കിഡുകളാണ് നമുക്കുള്ളത്. ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുമ്പോൾ കണ്ടത് ചിലതൊക്കെ അങ്ങ് കണ്ടമാനം നീണ്ട് പൊങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലേ വളം ഇട്ടെന്ന് പറഞ്ഞാലും പൂക്കളുണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന പണിയെന്ന് പറയുന്നത് പ്രൂണിങ് ആണ്. പ്രൂണിങ് 2 തരത്തിലുള്ളതുണ്ട്. ഒന്ന് ഹാർഡ് പ്രൂണിങ്ങും പിന്നെ സോഫ്റ്റ് പ്രൂണിങ്. ഹാർഡ് പ്രൂണിങ് എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കാതെ പൊക്കം കുറച്ച് അങ്ങ് എത്ര നീളത്തിലുള്ളതുണ്ടെങ്കിലും വെട്ടിക്കളഞ്ഞുകൊണ്ടുള്ള പ്രൂണിങ്ങാണ് ഹാർഡ് പ്രൂണിങ് എന്ന് പറയുന്നത്. എന്നാൽ ഈ പൂക്കളൊക്കെ വന്നതിന് ശേഷം പിന്നെയും പൂക്കൾ വരാൻ വേണ്ടി ചെറുതായിട്ട് മുറിച്ച് കളയുന്നതിനാണ് നമ്മൾ സോഫ്റ്റ് പ്രൂണിങ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ചിലതിനൊക്കെ ഹാർഡ് പ്രൂണിങ്, ചിലതിനൊക്കെ സോഫ്റ്റ് പ്രൂണിങ് ചെയ്യാൻ പോവാണ്. നോക്കിക്കോ, ഈ ചെടി കണ്ടോ, ഇതുപോലെ നീണ്ടു പോയിരിക്കുവാണേ. അപ്പം ഞാൻ നേരെ ചേർത്ത് വെട്ടിക്കളയാൻ നമുക്ക് ഒരു മടിയും വേണ്ട. ഇഷ്ടംപോലെ കിളിർപ്പുകൾ കിളിർത്ത് വരികയും ചെയ്യും. ഈ ഒക്ടോബർ പോലത്തെ മാസങ്ങളിൽ വരുന്ന എല്ലാ കിളിർപ്പുകൾ അല്ലെങ്കിൽ എല്ലാ തളിർപ്പുകളും പൂക്കളായി മാറുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മടിയും കൂടാതെ എല്ലാവർക്കും നല്ല ചെറുതായിട്ട് തന്നെ മുറിക്കാം. ശരിക്കും പറഞ്ഞാൽ ഹാർഡ് പ്രൂണിങ്ങിൻ്റെ സമയം എന്ന് പറയുന്നത് ഈ മെയ് മാസമാണേ. പക്ഷേ ഈ പ്രാവശ്യത്തെ മെയ് മാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്, അപ്പം തൊട്ടേ മഴയുണ്ടായിരുന്നു. അന്നേരം നമ്മൾ പ്രൂണിങ് ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പം ഞാൻ നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുവാണേ. ചെറുതായിട്ട് ഒതുങ്ങി നിൽക്കട്ടെ ചെടി. അപ്പം പിന്നെ വരുന്ന തളിർപ്പുകളിൽ നല്ല പൂക്കളുണ്ടായിക്കോളും. അപ്പം ഞാൻ ഇവരെ എല്ലാം ഒന്ന് വെട്ടി നിരപ്പാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം അത്യാവശ്യം ഒരു പ്രൂണിങ് കഴിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ വെട്ടിയ കമ്പുകളൊക്കെ ഈ താഴെ തന്നെ കിടക്കുന്നുണ്ട്. ഇതിനെ വാരി മാറ്റണം. ശരിക്കും പറഞ്ഞാൽ ഇതിനെ ചില ഇനങ്ങൾക്കൊക്കെ മുള്ളുണ്ട്, എല്ലാ ഇനങ്ങൾക്കും മുള്ളുള്ളതല്ല. നമ്മുടെ പഴയ ബൊഗെയിൻവില്ലയാണെങ്കിൽ എല്ലാത്തിനും മുള്ളുണ്ട്, ഭയങ്കര കുത്തി കയറുന്ന സൈസ് മുള്ളാണ്. ഇപ്പോഴത്തേത് അങ്ങനെയല്ല, ചിലതിനൊക്കെ ഉണ്ട്. പക്ഷേ അപ്പം വലിച്ചെടുക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഒരെണ്ണത്തിനെ കാണിച്ചു തരാം. അപ്പം ഇതിൻ്റെയൊക്കെ ചുവട്ടിലെല്ലാം കണ്ടോ പുല്ല് പിടിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ പുല്ലെല്ലാം നമ്മൾ മാറ്റിക്കളയണം. കണ്ടോ, ഇതേപോലെ എല്ലാത്തിനും തന്നെ പുല്ലുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പറയും ഈ ബൊഗെയിൻവില്ലകൾക്കെല്ലാം മണ്ണ് ഉറച്ചിരിക്കണം, കട്ടി പിടിച്ചിരിക്കണം എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ നല്ലോണം ഈ പുല്ല് പറിച്ചെടുത്ത് എന്തുകൊണ്ടാണെന്നറിയോ, ഈ ചെടിയുടെ ചുവട്ടിലെല്ലാം ഞാൻ ഉണങ്ങിയ ഇലകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണങ്ങിയ ഇല അടിയിലിട്ടിട്ടാണ് ഞാനിത് നിറച്ചിരിക്കുന്നത്. അതുപോലെ മുകൾ ഭാഗത്തും ഉണങ്ങിയ ഇലകൾ ഇട്ട് കൊടുത്തത് കൊണ്ടാണ് ഈ പുല്ലൊക്കെ നമുക്ക് വേഗത്തിൽ പറിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഉണങ്ങിയ ഇലകൾ ഇട്ടു വിചാരിച്ചിട്ടൊന്നും ഇതിന് പൂക്കളുണ്ടാകാതിരിക്കുക ഒന്നും ചെയ്യത്തില്ല. പിന്നെ വെള്ളം ഒരു കാരണവശാലും കെട്ടി നിൽക്കാത്ത നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ മാത്രമേ നമ്മൾ ബൊഗെയിൻവില്ലകളെ നട്ടുപിടിപ്പിക്കാവുള്ളൂ. ഇതുപോലെ നമ്മളിതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി ഒക്കെ ചെയ്തതിന് ശേഷം ഇപ്പം ഇതിനകത്താണെങ്കിൽ കണ്ടോ നല്ലപോലെ ഇനിയും സ്ഥലം മുകളിലേക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെറുതെ ഈ മണ്ണൊന്ന് നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് വളം ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇത് മാറ്റി നടേണ്ടുന്ന ആവശ്യമില്ല. ഇനിയും ആവശ്യത്തിന് വളരാനുള്ളത്ര ഇടയും അതിനകത്തുണ്ട്, അതിനകത്ത് മണ്ണും ഉണ്ട്, കട്ട പിടിച്ചിട്ടില്ല, അങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളും ഉള്ളത് കൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഇനി ഇതിന് വളം ഇട്ട് കൊടുക്കാൻ പോവുകയാണേ. അപ്പം വളം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ഒരു പാത്രം എടുത്തിരിക്കുവാണേ. ഈ പാത്രത്തിലേക്ക് ഇത് ചാണകപ്പൊടിയാണേ, കുറച്ച് ചാണകപ്പൊടി ഇട്ടു. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത് എന്നാണെന്നറിയോ,
എല്ലുപൊടിയാണ്. പൂക്കൾ ഉണ്ടായി കിട്ടാൻ എല്ലുപൊടി ഭയങ്കര നല്ലതാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഒത്തിരി അധികം ചേർക്കണമെന്നില്ല. പിന്നെ ഇത് വേപ്പിൻ പിണ്ണാക്കാണ്. ഒത്തിരി കാര്യമായ രോഗങ്ങളൊന്നും പിടിക്കുന്ന ഒരു ചെടിയല്ല നമ്മുടെ ബൊഗെയിൻവില്ല. എന്നാൽ പച്ചച്ചാണകം, ഈ ഉണങ്ങിയ ചാണകം ബൊഗെയിൻവില്ലയ്ക്ക് നല്ല ഇഷ്ടമുള്ള വളമാണെങ്കിലും പച്ച ചാണകം ഒരു കാരണവശാലും കൊടുക്കരുത്. ഫംഗസ് രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ ഇത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ചതാണേ. കുറച്ചിട്ട് കൊടുക്കുക, കുറച്ച് മതി, ഒത്തിരി ഇടരുത്. ഇതിന് ഭയങ്കര ചൂടുള്ളതാണ്. അപ്പം നമ്മൾ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുവട്ടിലേക്ക് ഈ ചെടിയുടെ തണ്ടിൽ മുട്ടാതെ നമ്മൾ ഈ 3 സാധനം, എല്ലുപൊടിയും ചാണകപ്പൊടിയും ഈ വേപ്പിൻ പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്തതിനകത്തുനിന്ന് ഒരു പിടി വളം ഇതുപോലെ ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് ഈ മണ്ണുമായിട്ടൊന്ന് ഇളക്കി ചേർത്തേക്കണം. എന്നിട്ട് നല്ല പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കണ്ടോ, ഇതുപോലെ ചുവട് നനയത്തക്ക രീതിയിൽ നല്ല പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതേത് വളം ചെയ്താലും അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടേ ഇതിനെ നമ്മൾ മാറ്റി വയ്ക്കാവൂ. ഇതേപോലെ ഞാൻ വളം ഇടാനുള്ളതിനെല്ലാം, ചിലതിനൊക്കെ വളം ഇട്ടാൽ മതി, ചിലത് നമ്മൾ പാത്രം മാറ്റേണ്ടതുണ്ട്. വളം ഇടാനുള്ളതെല്ലാം വളം ഇട്ടതിന് ശേഷം കാണിച്ചു തരാവേ. ഇവർക്കെല്ലാം നമ്മൾ ആ മിക്സ് ചെയ്ത വളം കൊടുത്ത് എല്ലാവരെയും സെറ്റാക്കി വെച്ചിരിക്കുവാണേ. പക്ഷേ ഇത് കണ്ടോ, ഇത് ചെറിയ ചട്ടിക്കകത്തായതുകൊണ്ട് നമുക്കിതിനെ ഒന്ന് മാറ്റി നടുകയും കൂടെ ചെയ്യാവേ. അപ്പം ഞാൻ ഇതിനെ ഈ ചട്ടിക്കകത്തോട്ടാണ് മാറ്റുന്നത് കേട്ടോ. അപ്പോൾ ഈ ചട്ടിക്കകത്ത് നമ്മൾ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുമ്പം നിറച്ച് വെക്കുന്നതാണേ. നമ്മുടെ പോട്ടിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും ഉമിയും ചേർക്കുന്നതാണേ. അത് ഞാൻ ഈ പാത്രത്തിലോട്ട് കുടഞ്ഞിടുക. അപ്പോൾ ഇതിങ്ങനെ എടുത്ത് കണ്ടോ, ഇങ്ങനെ കാണുമ്പോൾ അറിയാം നല്ല ഇളക്കമുള്ള നല്ല നീർവാർച്ചയുള്ള മണ്ണാണിത് കേട്ടോ. ഈ ചട്ടിക്കകത്തെ ഹോള് കണ്ടോ, നല്ല വലിയ 2 ഹോളാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മളൊരു ചെറിയ ഓടിൻ്റെ കഷ്ണം വെച്ചിട്ട് ഓടിൻ്റെയോ അല്ലെങ്കിൽ മെറ്റിലിട്ടിട്ട് അടയ്ക്കുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇതിനകത്ത് നമ്മൾ വളമൊക്കെ ചേർത്ത് സെറ്റാക്കിയിരിക്കുന്ന മണ്ണാണല്ലോ. ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം ഇടുന്നത് കുറച്ച് ഉണങ്ങിയ ഇലകളാണേ. അപ്പോൾ കുറച്ച് ഉണങ്ങിയ ഇലകളെ ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നമ്മുടെ പോട്ടിംഗ് മിക്സ് ഇടുക. അപ്പോൾ പോട്ടിംഗ് മിക്സ് ഇട്ടപ്പം ഇല താന്നു പോയ കണ്ടോ. അപ്പം ഈ കണക്കിന് നമ്മളിതിനകത്തേക്ക് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ടേ. ഇത്രയും തന്നെ ഇല്ലേലും കുഴപ്പമില്ലായിരുന്നു, അതിനെ മാറ്റി വെക്കാം നമുക്ക്. ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ കണ്ടോ, ഇതിൻ്റെ കാടും അങ്ങനത്തെ സാധനമൊക്കെ ഇറക്കണം. അപ്പോൾ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പോകാൻ പാടായതുകൊണ്ട് ഞാൻ ഈ ചെടിയെ ഇങ്ങനെ അങ്ങോട്ട് ഊരിയെടുക്കുവാണേ. കണ്ടോ, ഇനി ഇതിൻ്റെ മോൾവശത്തെ മണ്ണിനെ അങ്ങ് അടത്തി കളഞ്ഞാൽ മതി, ആ പുല്ലങ്ങ് പോയി കിട്ടും. അതാണ് ഇതുപോലെ ആഴത്തി പിടിക്കുന്ന പുല്ലുകളൊക്കെ ആണെങ്കിലേ ഇങ്ങനെ അങ്ങ് നമുക്ക് പൊക്കിയെടുത്തിട്ട് മാറ്റിക്കളയുന്നതാണ് സൗകര്യം. അല്ലാതെ നമ്മൾ എന്നായിട്ട് ഇളക്കാൻ നോക്കിയാലും അവർ പറഞ്ഞു പോരത്തില്ല. ഇതുപോലെ മാറ്റി നടുമ്പോഴല്ല, അല്ലാത്ത സമയത്ത് നമുക്കതിനെ പൊക്കിയെടുത്തേച്ച് ഇങ്ങനെ മാറ്റാം. അല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ച് ഇതിനെ അങ്ങോട്ട് കട്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. വേരിങ്ങനെ അങ്ങോട്ട് ഈ പുല്ലിൻ്റേത് പാകിപ്പോയിട്ടുണ്ട്. നമ്മൾ വളം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ പുല്ലുകളെ ഉറപ്പായും മാറ്റിക്കളയണം. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളമെല്ലാം ഇതെടുത്തുകൊണ്ട് പോകത്തുള്ളൂ. നമ്മുടെ ചെടിക്ക് കിട്ടത്തുമില്ല, പൂക്കത്തുമില്ല. കണ്ടോ, വേരൊന്നും പൊട്ടിയിട്ടുമില്ല, എന്നാൽ നല്ലപോലെ ആ പുല്ലെല്ലാം മാറിക്കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇനി ഇതിനെ ഞാൻ ഇതേ പടി ഇതിനകത്തേക്ക് ഇറക്കി വെക്കുക. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. ഇനി കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിക്കുമ്പം ഇരുത്തം വരും, കാരണം ഇതിൻ്റെ അടിയിലിട്ടിരിക്കുന്നത് മുഴുവനും നമ്മൾ ഉണങ്ങിയ ഇലയല്ലേ. അപ്പം ഞാൻ ഇതിൻ്റെ കുറച്ച് മണ്ണും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്നാണെന്നറിയോ, നമുക്ക് പെട്ടെന്ന് പൂവുണ്ടായി കിട്ടണമല്ലോ. ഒക്ടോബറിൻ്റെ അവസാനം മുതൽ നമുക്ക് പൂവുണ്ടായി കിട്ടണം. അതിന് ഞാനിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് DAP ആണേ. അപ്പം ഞാൻ DAPയുടെ ഒരു കുറച്ചെടുത്ത് ഒരു 1/2 സ്പൂണ് മതി കേട്ടോ, അല്ലെങ്കിൽ കൂടിപ്പോയ 1 സ്പൂണോ, ഒത്തിരി ആകരുതേ. അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇത് ചാണകപ്പൊടിയാണേ. ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടെ നമ്മൾ കൂട്ടി വെച്ചിട്ടില്ലേ, ആ വളമാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് ഒരു 2 കൈപ്പിടി നല്ലോണം ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇത് നനച്ച് കൊടുക്കണേ. നമ്മൾ നേരത്തെ വളമിട്ടപ്പോഴേ നമ്മുടെ ജൈവവളം മാത്രമാണ് ഇട്ടിരിക്കുന്നത്.
അപ്പോൾ ആ പാത്രത്തിനകത്തെല്ലാം എല്ലാത്തിൻ്റെ മുകളിലോട്ട് 1/2 സ്പൂൺ വീതം DAP ആ ചുവട്ടിൽ നിന്ന് മാറ്റി ഇതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലവണ്ണം നനയ്ക്കണേ. അപ്പം നനയ്ക്കുന്നത് ഞാനേ ഇതിനെ എവിടെയാണോ മാറ്റി വെക്കുന്നത് അവിടേക്ക് വെച്ചിട്ട് നനയ്ക്കാം, അല്ലെങ്കിൽ ആ നനവോടെ എടുത്തുകൊണ്ട് പോകണ്ടേ. അപ്പം ഞാനിത് എവിടെ വെച്ചിട്ടാണോ വളർത്തുന്നത് അവിടെ മാറ്റി വെച്ചിട്ട് കാണിക്കാം. നമ്മൾ ഇതുപോലെ വളമൊക്കെ കൊടുത്ത് സെറ്റാക്കി മാറ്റി വെക്കുമ്പം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് വേണം മാറ്റി വെക്കാൻ. ഇപ്പം ഇന്ന് നമ്മൾ ഈ ചുവട് മാറ്റി നട്ട ചെടിയുണ്ടല്ലോ, അതിന് വേണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു തളർച്ചയോ ക്ഷീണമോ ഉണ്ടെങ്കിൽ ഒരു ദിവസത്തേക്കിന് ഒരു രാത്രി അതിനെ നമ്മൾ തണലുള്ള സ്ഥലത്തേക്ക് വേണമെങ്കിൽ വയ്ക്കാം. കാര്യമായിട്ട് ബൊഗെയിൻവില്ല അങ്ങനെയുള്ള വാട്ടറോ ഒന്നും ബാധിക്കാറില്ല. അപ്പം വെയിലത്തോട്ട് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം നമുക്കിതിനെ വളർത്താനായിട്ട് വെക്കുന്ന സ്ഥലത്തേക്ക് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാവേ. അപ്പം നമ്മളിതേ മണ്ണൊക്കെ നിറച്ച് വളമൊക്കെ നിറച്ച് കളയൊക്കെ മാറ്റി നമ്മളിത് ഈ സൈഡിൽ കൂടെ മാത്രമായിട്ട് ഇത് ഇവിടം വരെ നമ്മൾ ബൊഗെയിൻവില്ലയെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു 15 ദിവസം കഴിയുമ്പം ഞാൻ നിങ്ങളെ വീണ്ടും കാണിക്കാം. ഇതെല്ലാം പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കും. നമ്മളിതേ കഴിഞ്ഞ ദിവസം മാറ്റി വെച്ച അടീനിയം കണ്ടോ, ഒരു വളവും ചെയ്തിട്ടില്ല, വെറുതെ മാറ്റി വെച്ചു. മഴ നനയാതിരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിനി ഇവർക്കൊരു വളപ്രയോഗം നടത്തണം. എന്നിട്ട് ഞാൻ നിങ്ങളെ ഇവരെ വീണ്ടും കാണിക്കാവേ. നമുക്ക് കുറച്ച് കൊമ്പ് കോതലൊക്കെ നടത്താനുണ്ട്. അതിനെല്ലാം ശേഷം വേണം നമുക്കിതിനെ ശരിയാക്കിയെടുക്കാൻ. പല വെറൈറ്റി ഉണ്ട്, എല്ലാം ഒന്നും പൂത്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ, ചിലതൊക്കെ മാത്രമേ പൂത്തിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇവരെ 15 ദിവസത്തിന് ശേഷം കാണാം. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.